അപ്പൊ നമ്മള് കൊച്ചിയിലെ അടുത്ത പ്ലേസ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഇൻഫോസിസിലാണ്. എന്നാലും സപ്ലൈയോട് കൂടിയിട്ടാണ് ബ്രോക്യാമ്പിൽ വരുന്നത്. പക്ഷേ ബ്രോക്യാമ്പിൽ വരുന്നതിന് മുന്നേ ഒരു കഥനം കൂടി ഉണ്ട്. അതെന്താണ്? ബ്രോക്യാമ്പില് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഹയസ്റ്റ് പാക്കേജിൽ പ്ലേസ് ആവുന്ന ആളാണ് നിഹാൽ. ഇതൊരു ചലഞ്ച് തന്നെയായിരുന്നു. എല്ലാ സക്സസിനും പുറകിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആ സക്സസിന് ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. സോ ഐ ബിലീവ് വാട്ട് ഈസ് സക്സസ് വിത്തൗട്ട് ചലഞ്ച്. ദെൻ പൈത്തണിൽ തന്നെ എനിക്ക് ജോബ് കിട്ടി ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. 4.2 LPA ആണ് എൻ്റെ പാക്കേജ്. 4.8 ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ്. ഈ കോഡിങ്ങുമായിട്ട് എനിക്കൊരു ബന്ധമില്ലായിരുന്നു. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ്. BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ BCom ആണ് പഠിച്ചത്. ഞാൻ പാസ്സായിട്ടില്ല, എനിക്ക് ഇനിയും സപ്ലികളുണ്ട്. ഞാൻ മുന്നേ പഠിച്ച BSc ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു കർണാടകയിൽ. ഞാൻ BCA കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ BCA കംപ്ലീറ്റ് ചെയ്തിട്ടും എനിക്കൊരു ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ BA മലയാളമാണ് പഠിച്ചത്. ഇപ്പോൾ നമുക്കിവിടെ ബ്രോക്യാമ്പിൽ വരുന്ന സ്റ്റുഡൻസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡിഗ്രിക്കും പോകാതെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവരുണ്ട്. പിന്നെ ഡിഗ്രിക്ക് പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് തന്നെ പല ഫീൽഡുകളിൽ പഠിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ കാരണമോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊരു ടെക്നിക്കൽ ഡിഗ്രി അല്ലല്ലോ എന്നുള്ളൊരു ധാരണ കൊണ്ട് IT ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവർ പല ഫീൽഡിലുള്ള ജോലിക്ക് പോയി. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഈ IT ഫീൽഡിലേക്ക് വരണമെങ്കിൽ ഒരു ഡിഗ്രിയോ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഒരു ബാരിയർ അല്ലാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഈ ഫീൽഡിലേക്ക് കയറാൻ വേണ്ടി IT ഫീൽഡിൽ ജോബിന് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് ബ്രോക്യാമ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട് നമ്മൾ നോക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ആളാണോ, നിങ്ങൾക്കൊരു ബേസിക് മാത്തമാറ്റിക്സ് കൂട്ടാനും കുറക്കാനും ഗുണിക്കാനൊക്കെ അറിയോ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രോക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ്. ഇതല്ലാണ്ട് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെന്നോ, നിങ്ങൾ ഏത് ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തതെന്നോ, നിങ്ങൾ എത്ര വയസ്സായെന്നോ, ഇതൊന്നും എന്തല്ല ബ്രോക്യാമ്പിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്കൊരു ബാരിയർ അല്ല. സോ ബ്രോക്യാമ്പിൽ ഒരാൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം ഒരു വീഡിയോ കോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ അയാൾ ഓക്കെയാണ്, സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കോഷൻ ഡെപ്പോസിറ്റ്, ഒരു റീഫണ്ടബിൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 അടച്ചിട്ട് എന്ത് ചെയ്യുക, അയാൾക്ക് ഏത് ബാച്ചിലേക്കാണോ വരേണ്ടത് അതിലേക്ക് സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് പിന്നീടുള്ള അവരുടെ കോഴ്സിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ അവർക്ക് ജോബ് കിട്ടിയതിൻ്റെ ശേഷമാണ് പേ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് ഞാനിവിടെ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു 3 days വർക്ക്ഷോപ്പ് ഉണ്ട് ആദ്യമേ. ഇതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളാണ് ആ വർക്ക്ഷോപ്പിൽ എക്സ്പീരിയൻസ്ഡ് ആയത്. സ്കൂളിലും കോളേജിലും ഒരിടത്തും പറഞ്ഞു തരാത്ത, ആരും സംസാരിക്കാത്ത ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള നോളജ് സാർ നമുക്ക് ഷെയർ ചെയ്തു, അത് മനസ്സിലാക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷം ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നതാണ്. സാറുമായിട്ട് ഡയറക്റ്റ് ഒരു ഡിസ്കഷൻ, ഫേസ് ടു ഫേസ് ഒരു ഡിസ്കഷൻ ആയിരുന്നു ആ 3 days ഉണ്ടായിരുന്നത്. ഇതുവരെ എൻ്റെ ലൈഫിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ടെക് റിലേറ്റഡ് ആണെന്നാണ്. പക്ഷേ അത് മെയിനായിട്ട് നമ്മൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അധികം പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു റിയലൈസേഷനൊക്കെ ഫീൽ ചെയ്യും, നമ്മുടെ ഫെയിലിയേഴ്സിൻ്റെ മെയിൻ കാരണം എന്താണ്, അങ്ങനെയൊക്കെ കുറേയൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവും. ആ വർക്ക്ഷോപ്പിൽ ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയി. അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാൻ തുടങ്ങി നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഒരു 3 വർഷത്തിന് ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഐഡിയ കിട്ടി. ആക്ച്വലി ആ 3 days വർക്ക്ഷോപ്പ് മതി
ഒരാൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ 3 days വർക്ക്ഷോപ്പ് തന്നെ ധാരാളമാണ്. ലൈഫിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കൈൻഡ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. 3 പാർട്ടായിട്ടാണ് ബ്രോക്യാമ്പിലെ പ്രോഗ്രാം പോകുന്നത്. അതിൽ ഒന്ന് ആദ്യത്തെ 3 days വർക്ക്ഷോപ്പാണ്. പിന്നീട് ഒരു 14 days ഫ്യൂമിഗേഷൻ പീരീഡ് എന്ന് പറയുന്ന പ്രോസസ്സ്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അവർ 6 months വർക്കൗട്ടിലോട്ട് കയറുന്നത്. നിങ്ങൾ ഇത്രയും കാലം കണ്ടും അറിഞ്ഞും കേട്ടും പിന്തുടർന്നും പോന്നിട്ടുള്ള ആ ഒരു പാത്തിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ 3 days വർക്ക്ഷോപ്പിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു 6 മാസം അവരെങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും, അതേപോലെ തന്നെ ലൈഫിൽ ഇവർക്കൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട കുറേ ലൈഫ് സ്കിൽസ് അതെങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു 3 days വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ബ്രോക്യാമ്പിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള 14 days ഫ്യൂമിഗേഷൻ പീരീഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ 3 days കഴിഞ്ഞിട്ട് അടുത്തത് ഫ്യൂമിഗേഷൻ പീരീഡിൽ എൻട്രി ആണ്. 14 days ആണ് ഫ്യൂമിഗേഷൻ വരുന്നത്. സെൽഫ് ലേണിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. കോഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളാണോ, എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ടൈമാണ്. നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു ടൈമായിട്ട് വേണം കണക്കാക്കാൻ. 2 ആഴ്ച നമുക്ക് ബേസിക് കോഡിങ് പഠിക്കാം. ബേസിക് കോഡിങ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ 100K കോഡിങ് ചലഞ്ച് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബ് ചാനൽസിൽ റെഫർ ചെയ്യാം. അങ്ങനെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് 2 weeks ബേസിക് കോഡിങ് പഠിച്ചു. ഇവിടുന്ന് ടാസ്കും തരും, അതോടൊപ്പം നമ്മൾ നമ്മുടെ ബേസിക് കോഡിങ് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ ഏകദേശം 10 പേരോളം പുറത്തു പോയി. ഞാൻ അതിൽ എനിക്ക് കിട്ടി. ഇവിടെ വന്ന് ഈ ഡേ ആൻഡ് നൈറ്റ് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇതുവരെ മുന്നേ കോളേജിൽ പോകാൻ ടൈമിലാണെങ്കിൽ ഇതുപോലെ പഠിച്ചിട്ടില്ലായിരുന്നു. ലൈക്ക് ഇവിടെ ഫ്യൂമിഗേഷന് വന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല. കോളേജിൽ എങ്ങനെയായിരുന്നു അതുപോലെ ഒന്ന് ഫസ്റ്റ് പഠിച്ച്, പിന്നെ അത് മനസ്സിലായ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. ഞാൻ ഇതുവരേക്കും ഫോളോ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ബുക്കിഷ് ടൈപ്പ് ഓഫ് രീതിയാണ്. കാരണം ഇപ്പോഴും നമ്മൾ ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സെൽഫ് ലേണിംഗ് ആണ്. സ്വയം പഠിക്കണം, സ്വയം കാര്യങ്ങൾ കണ്ടെത്തണം, സ്വയം പഠിച്ചിട്ട് ഓരോ വീക്കിലും അസൈൻമെൻറ്റ്സ് തരും, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇത്ര ആ രീതിയോട് പൊരുത്തപ്പെട്ട് പോകാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. അപ്പോൾ ആ 2 ആഴ്ചത്തെ ഫ്യൂമിഗേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഫെയിലായിപ്പോയി. അടുത്ത ബാച്ചിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അടുത്ത ബാച്ച് ഉണ്ട്, അപ്പോൾ ആ ബാച്ചിലേക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 15th ബാച്ചിലെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് 2 രീതിയിലും പാസ്സായി. കോഡിങ്ങിലും പാസ്സായി, ഊപ്സ് കൺസെപ്റ്റിലും പാസ്സായി. അങ്ങനെ 15th ബാച്ചിലാണുള്ളത്. പലർക്കും ഡൗട്ട് ഉണ്ടാവും ഫ്യൂമിഗേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 2 വയസ്സുള്ളൊരു കുട്ടി ഉള്ളതാണ്. അപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടീനെ മാനേജ് ചെയ്തിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇവിടുന്ന് മാത്രം ഫുള്ളി എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ 14 ദിവസത്തെ ഫ്യൂമിഗേഷൻ പീരീഡിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 100K കോഡിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് കോഡിങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ്. 100K കോഡിംഗ് ചാലഞ്ചിൻ്റെ 10 വീഡിയോസ് കണ്ട് അതിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ അവർക്ക് ക്ലിയർ ആയോ എന്നാണ് നമ്മൾ ഫ്യൂമിഗേഷൻ ഇൻ്റർവ്യൂവിൽ ചെക്ക് ചെയ്യുന്നത്. അതിൽ അവർ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആക്ച്വൽ പ്രോഗ്രാമിലേക്ക് സ്റ്റുഡൻസ് എൻ്റർ ആവുള്ളൂ. അല്ലാത്തവർ നമ്മളെ പ്രോഗ്രാമിൽ നിന്ന് ടെർമിനേറ്റ് ആവും. ഫ്യൂമിഗേഷൻ പീരീഡ് ഇന്നായ ആൾക്കാർ നേരെ ചെല്ലുന്നത് 6 months വർക്കൗട്ടിലേക്കാണ്. അവിടെ ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ പൊട്ടൻഷ്യലും അതുപോലെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവരെ കൊണ്ട് ഒരു ഡൊമൈൻ സെലക്ട് ചെയ്യിപ്പിക്കും. ഈ ഡൊമൈൻ സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 മാസം വർക്കൗട്ട് കഴിഞ്ഞ് ഇവർ ഏത് ഫീൽഡിലോട്ട് സ്പെസിഫിക് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടെ ബ്രോക്യാമ്പിൽ ഒരുപാട് ഡൊമൈനിൽ കുട്ടികൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റിലാണെങ്കിൽ തന്നെ പൈത്തൺ, ജാങ്കോ, Node.js എക്സ്പ്രസ്, മേൺ സ്റ്റാക്ക്, അതുപോലെ തന്നെ മൊബൈൽ ഡെവലപ്മെൻറ്റിലാണെങ്കിൽ ഫ്ലട്ടർ, ആൻഡ്രോയിഡ്, ഇങ്ങനെ ഒരുപാട് ഡൊമൈനിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ് അതുപോലത്തെ ഡൊമൈനിലും പിള്ളേർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡൊമൈൻ അനുസരിച്ചിട്ടാണ് അടുത്ത 24 weeks, അതായത് 6 months നമ്മൾ 24 weeks ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്തിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതിൽ 24 weeksലും അവർക്ക് കൊടുക്കുന്ന ടാസ്കിന് അവർക്ക് റിവ്യൂ ഉണ്ടാവും. ഫ്യൂമിഗേഷൻ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഏത് ഡൊമൈൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ വേറെ ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ടെക് എക്സ്പേർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലത് ഏത് ഡൊമൈനാണെന്നുള്ളത്
ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്ലട്ടർ ചൂസ് ചെയ്തു. നമുക്ക് ഓരോ ടാസ്ക് ഇവർ അസൈൻ ചെയ്ത് തരുവാണ്. ആ ടാസ്ക് ഓവർ ടൈം വർക്ക് ചെയ്യുമ്പം ഒരു ഓവർ ടൈം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനോ ഒരു ഫീലിങ്സ് നമുക്കില്ലേ. കാരണം എന്താ അറ്റ്മോസ്ഫിയേഴ്സും ഫുള്ള് നമ്മളെ അങ്ങനെയാണ് എൻഗേജ് ചെയ്തത്. ഞങ്ങളോട് ശീലിച്ചു വരുന്നതെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിൽ ഞങ്ങൾക്ക് റിവ്യൂസ് ഉണ്ടായിരിക്കും. ഞങ്ങൾ ആ ആഴ്ചയിൽ പഠിച്ചതിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ ചെയ്ത വർക്കെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റൊക്കെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പേടിയോടെ കൂടെ അല്ലാതെ ഞങ്ങൾ സമീപിക്കലില്ലായിരുന്നു. ഓരോ റിവ്യൂവിലും ഓരോ ആഴ്ച ഇനിയിപ്പോൾ അടുത്ത ആഴ്ച റിവ്യൂ അല്ല എന്നുള്ള രീതിയിലൊക്കെ പിന്നീടാണ് ഞങ്ങൾക്ക് റിവ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായതും. പിന്നെ അതുപോലെ നമ്മൾ എത്രയായാലും സ്വയം പഠിക്കുമ്പോൾ കുറച്ച് ടോപ്പിക്സ് നമുക്ക് മിസ്സായതുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ റിവ്യൂയിലൂടെ അവരിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് റിവ്യൂ എടുക്കുന്ന ഒരാളിൽ നിന്നൊക്കെ കൂടുതൽ അറിവ് നമുക്ക് കിട്ടും. ഞങ്ങൾ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ഇവിടുത്തെ സ്റ്റാഫ് ആരുമല്ല, പുറത്തുനിന്നുള്ള ടെക് എക്സ്പേർട്ടാണ് ഞങ്ങൾ അതിന് റിവ്യൂ ചെയ്യുന്നത്. അവരാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് തരുന്നത്. അവർ ജെന്യൂനായിട്ട് നമ്മുടെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് ഓക്കെ നമ്മളത് കഴിച്ചലായി പോകും എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് മിസ്റ്റേക്സ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരു ഏത് രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോയാലാണ് എത്തുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലേ ഒരു എറർ വന്നാലേ ഞങ്ങൾ അത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്താലോ ബാക്കിയുള്ളവരോട് ഇതെങ്ങനെ ഇപ്പോൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളിങ്ങനെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് നമ്മൾ നേരെ ഗൂഗിൾ ചെയ്യും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഈ ഫുൾ ടൈം ലാപ്പിൻ്റെ മുന്നിലിരുന്ന് കോഡ് ചെയ്യുക, അത് രാത്രിയും രാവിലെയൊക്കെ ഇരുന്ന് കോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇവിടെ എല്ലാവരും ഇരുന്ന് പഠിക്കുന്നതാകുമ്പോൾ നമ്മൾക്കും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് കൂടും, നമ്മൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഇതൊക്കെ പഠിക്കാൻ. ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഓരോ റിസൾട്ട് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ, അതായത് ഓരോ റിവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും. ഓക്കെ ഇവിടെ ഇത്രയും പാസ്സായല്ലോ, ഇത്ര എത്തിയല്ലോ എന്നുള്ളൊരു രീതിയിൽ നല്ല സപ്പോർട്ടാണ്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് വേൾഡാണ്. മീൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഇതുവരെയൊക്കെ നിങ്ങൾ ഇപ്പം +2 കഴിഞ്ഞ ഒരാളെന്നുണ്ടെങ്കിൽ ഈ 12 വർഷക്കാലങ്ങൾ പഠിച്ച രീതിയല്ല ഇവിടെ. കംപ്ലീറ്റ്ലി വേറൊരു ഏരിയ ആണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ 6 മാസം കംപ്ലീറ്റ്ലി ഇരുന്ന് എല്ലാ നേരവും ഇരുന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഒരു ഹൈ പാക്കേജിംഗത്തിലേക്ക് കയറാൻ പറ്റും. സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഡൊമൈനിൽ ഓൾറെഡി ഒരു 3+ ഇയേഴ്സ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ടെക് എക്സ്പേർട്സ് ആയിരിക്കും അവരുടെ ഓരോ വീക്കുള്ള റിവ്യൂസും കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രോക്യാമ്പിൽ വരുന്ന സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ഇവരെ വീക്ക്ലി ടാസ്ക് മോണിറ്റർ ചെയ്ത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിട്ടുള്ള റിവ്യൂസ് കോർഡിനേറ്റ് ചെയ്ത് ഇവരെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞു സെമിനാർ ഉണ്ടാവലുണ്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ടാവലുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവരെയും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു സ്റ്റേജിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ഓഡിയൻസിന് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് അതിന് എല്ലാ ആഴ്ചയും ഇവിടെ ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടോ അത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അവസരമുണ്ട്. അതിനുള്ള എന്താണോ അതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് അക്കാഡമിക് അഡ്വൈസേഴ്സ് അതിന് നോക്കിയിട്ട് ചെയ്യുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ഒരു ദിവസമാണെങ്കിൽ വൈകുന്നേരം ഇത്ര ഹവർ അല്ലെങ്കിൽ മോർണിംഗ് ഇത്ര ഹവർ വെച്ചിട്ട് ഓരോ ബാച്ചിനും അല്ലെങ്കിൽ ഓരോ ഡൊമൈൻസിനും ഓരോ സമയം വെച്ചിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർക്ക് എവിടെയൊക്കെയാണ് അവരുടെ ഡ്രോബാക്ക്. ചില ആൾക്കാർക്ക് കാര്യങ്ങൾ പറയാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് വേർഡ്സ് കിട്ടുമെന്ന് അപ്പോൾ അവരൊന്നും കൂടി സെറ്റാക്കി എടുക്കും. കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം തീരെ ഒരു ഇതില്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകം ഒരു കാറ്റഗറി. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെ എടുത്തിട്ട് അവരെ എവിടെയാണോ അവർക്ക് ഡ്രോബാക്ക് ഉള്ളത് ആ കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി സ്ട്രക്ചറായിട്ട് ഇവിടെ ബ്രോക്യാമ്പിലുള്ളത്. ഇവിടെ കുട്ടികൾ വരുമ്പോൾ ദേ ആർ ഓഫ് 3 കാറ്റഗറീസ്. വളരെ വീക്കായിട്ടുള്ളവർ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളവർ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് വരുമ്പോൾ. ആൻഡ് ഇവരിവിടെ സ്പെൻഡ് ചെയ്യുന്ന 6 months നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഇൻ്റർവ്യൂസിലേക്കാണ്. ഈ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഒന്നുമില്ല. നമ്മൾ ഇരുത്തി പഠിപ്പിക്കുക, 1 by 1 ആയിട്ട് ലെസൺസ് കൊടുത്ത് പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. We use only modern ways like group discussions, mock interviews, role plays, stand-up comedy, functions. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇവരെ കൊണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യിപ്പിക്കാനും അവർക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഒരു 6 months ആകുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഇവർ റെഡി ആയിട്ട് വരികയാണ്. ആ ഒരു കോൺഫിഡൻസും പിന്നെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ഫിയറും
ഇതൊക്കെ അവർ ആ ഒരു ടൈമിലേക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു കമ്പനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഫൈലായിട്ട് ആ സ്റ്റുഡൻസ് അവരുടെ ടെക്നിക്കൽ സൈഡ് ആസ് വെൽ ആസ് ദെയർ കമ്മ്യൂണിക്കേഷൻ സൈഡും അവർ ബെസ്റ്റ് ആയിട്ട് വരാൻ. റീസെൻ്റ്ലി നമ്മുടെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നതൊക്കെ ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെയാണ്. അപ്പം ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് മോസ്റ്റ്ലി ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഈ ഒരു 1 hour സെഷൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. സോ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ 24 വീക്ക് കംപ്ലീറ്റ് ചെയ്ത് 6 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, ഒരുപാടെണ്ണം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓഫേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സാലറി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് സെല്ല് ഇവിടെ ഭയങ്കര ആക്റ്റീവാണ്. ഒരുപാട് കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അവരെ പ്ലേസ്മെൻറ്റ് സെൽസിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. A to Z, അതായത് നമ്മളൊരു റെസ്യൂം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുതൽ നമ്മളെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന നമ്മളുടെ പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വർക്കിനെ അവർ മോണിറ്റർ ചെയ്യും. നമുക്ക് വേണ്ട അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ബയോഡാറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ബയോഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ സ്റ്റഡി ചെയ്തിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള ഒരു കറക്റ്റായ ഒരു പിക്ചർ അവർ നമുക്ക് തരും. അപ്പോൾ തന്നെ നമ്മളുടെ ബയോഡാറ്റ നമ്മളെ പ്രൊഫൈല് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ പ്ലേസ്മെൻറ്റ് സെല്ല് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ് ഇവിടെ ഒരു 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ 2 to 4 പ്രോജക്ട്സ് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളൊരു 6 മാസം ശേഷം മാത്രമേ ഇവരുടെ പ്ലേസ്മെൻറ്റ്സിലേക്ക് നമ്മൾ കിടക്കാറുള്ളൂ. കാരണം ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇവർ കുറച്ചുകൂടെ ഒരു സെറ്റായി ഒരു പ്രൊഫഷണലായി മാറുള്ളൂ. അപ്പം ആ ടൈമിൽ നമ്മളിവരുടെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന കമ്പനീസ് നമ്മുടെ ഹയറിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർക്ക് നമ്മൾ റെസ്യൂം ഷെയർ ചെയ്യും. അങ്ങനെ അവർ സ്റ്റുഡൻസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് കമ്പനീസ് ഓഫേഴ്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴും കറൻ്റ്ലി നമ്മുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഉള്ളൊരു നല്ലൊരു പാക്കേജിൽ നമ്മൾ എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. കാരണം നമ്മളൊരു സ്റ്റുഡൻറ്റിനെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് വീണ്ടും എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോക്യാമ്പിൽ ആർക്കും 100% പ്ലേസ്മെൻറ്റ്സ് ഇവിടെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ബട്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ സ്റ്റുഡൻറ്റിന് പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ആളുടെ ഫീസ് പേ ചെയ്താൽ മതി. ഞാൻ ഇതുവരെ പഠിച്ചപ്പോഴൊക്കെ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു നിൽക്കേണ്ടി. ഇവിടെ എനിക്ക് എൻ്റെ ഫീസ് ഞാൻ സാലറി നേടിയതിന് ശേഷം അതിൽ നിന്നൊരു ശതമാനമായിട്ട് മാത്രം കൊടുത്താൽ മതി. ബ്രോക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇവരുടെ 6 months പ്രോഗ്രാമിന് ശേഷം ജോലി നേടി സാലറിയുടെ 15% വെച്ചിട്ട് 24 months ആയിട്ട് ഷെയർ ചെയ്താൽ മതി. ഈ ഒരു ഫീസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻകം ഷെയറിംഗ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ISA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലി കിട്ടിയതിന് ശേഷം ഇവർ പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു ആവശ്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ കൊടുത്തുവിടാന്നുള്ളത്. എന്നാൽ അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഒരുപാട് ബാച്ചുകൾ ഈ ഒരു രീതിയിൽ ട്രൈ ഔട്ട് ചെയ്താണ്. ഇനീഷ്യലി ഒരു 5-6 ബാച്ചുകൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോവർക്കിംഗ് സ്പേസിലോട്ട് മാറി ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോബിലോട്ട് കയറി. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോബിനിടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പതിയെ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട്, അതായത് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ജോബിലോട്ട് കയറി, അല്ലാത്തവർ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയിലോട്ടും പോയി. അവിടെയാണ് നമ്മൾ വേറെ വലിയൊരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓൺലൈൻ കോഴ്സുകളുടെ കംപ്ലീഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോഴാണ് പിടിയിട്ട് പല സ്റ്റഡീസ് പറയുന്നുണ്ട് 4%, 5%, 6% ഒക്കെ. അതായത് ഒരു ഓൺലൈൻ കോഴ്സ് എൻറോൾ ചെയ്യണ 5-6% ആൾക്കാരാണ് ആ ഒരു കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ വലിയൊരു ഫാക്റ്റാണ് നമ്മുടെ നാട്ടിലെ കോളേജുകളോട്ട് അല്ലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട്ട് പോകുന്ന കുട്ടികൾ ഒരു 95% കുട്ടികളും നമ്മളെ എഞ്ചിനീയറിങ്ങിന് ബേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 95% കുട്ടികളും കോഡിങ് സ്കിൽ ഇല്ലാതെയാണ് പുറത്തിറങ്ങുന്നത്. വെറും 5% ആൾക്കാരാണ് ഈ ഒരു പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയോടെ ഒരു കോളേജിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നത്. ഇതാണ് നമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ കോഴ്സ് കൊടുത്താൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നില്ല.
എന്നാൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ക്വാളിറ്റി ഇല്ലാത്ത ലെക്ചേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ സിലബസിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടോ അങ്ങനെ കുറേ റീസണുകൾ കൊണ്ട് ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനും ക്വാളിറ്റി ആയിട്ട് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അതായത് ഇന്നലെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നലെ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞിറങ്ങി അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്പീരിയൻസ് ആവുന്നതിന് മുന്നേ ട്രെയിനിങ്ങിലോട്ട് വരുന്ന ആൾക്കാർ, അത് കുറഞ്ഞ സാലറിക്ക് നമ്മൾ ആൾക്കാരെ വെച്ച് പഠിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് വരും. എങ്ങനെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാ കോളേജുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഓൺലൈൻ എക്സ്പേർട്സ് ഉണ്ട്. എന്നാൽ ഓൺലൈൻ കോഴ്സ് മാത്രം വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്യില്ല. എന്നാൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ വന്ന ആൾക്കാർ കംപ്ലീഷൻ റേറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം. അവിടെയാണ് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കമ്പൈൻ ചെയ്ത് ഒരു പുതിയ മോഡലിലോട്ട് വരുന്നത്. എന്നാൽ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത് ഒറ്റയടിക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തൊന്നല്ല. നമ്മൾ ഏകദേശം ഒരു 3 മാസത്തെ പ്രോഗ്രാമിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കി, എന്നിട്ട് അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ട് നോക്കി, അങ്ങനെ അത് അതിൽ നിന്ന് കുറച്ചുകൂടി സമയം വേണമെന്ന് മനസ്സിലാക്കി അങ്ങനെ 6 മന്ത്സ് പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്തു. അങ്ങനെ അതിൽ കുറേ ഐട്രേഷൻസ്, ഏകദേശം 15-20ഓളം ഐട്രേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫോമിലോട്ട് എത്തുന്നത് ഈ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ശേഷം 1.5 വർഷത്തെ വർക്കൗട്ടിന് ശേഷമാണ് ഈ പ്രോഗ്രാം പരീക്ഷിച്ച് എത്രത്തോളം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കുക, എത്രത്തോളം നല്ല രീതിയിൽ ബെനിഫിറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യണത്. ചില ആൾക്കാർക്ക് ഉണ്ടാവും പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ഇവരെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടാസ്ക് ഡിസൈൻ ചെയ്ത് പോകുന്നത്. വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ പെട്ടെന്ന് കടന്നുപോയി പെട്ടെന്ന് ജോബിലോട്ട് കയറാൻ പറ്റും. എന്നാൽ വളരെ സ്ലോ ആണ് ആൾക്കാർ കുറച്ച് സ്ലോ ആയിട്ട് കുറച്ചുകൂടി ഒരു വീക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് വീണ്ടും പഠിക്കാനുള്ള സമയം കൊടുത്തിട്ടൊക്കെ പോകുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻ്റ്, അപ്പോൾ അതൊരു ഫിക്സ്ഡ് സിലബസും ഇല്ല, ഇവിടെ ഫിക്സ്ഡ് ടീച്ചേഴ്സും ഇല്ല, ഫിക്സ്ഡ് കണ്ടന്റുകളും ഇല്ല. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അയ്യോ ഇതെങ്ങനെ പഠിക്കുന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടാവും. പക്ഷേ ഇതാണ് ശരിക്കും എഡ്യൂക്കേഷൻ. ഇനി വേൾഡ് ഏറ്റെടുക്കേണ്ട എഡ്യൂക്കേഷൻ ഇതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എങ്ങനെയാണ് കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നുള്ള അനലൈസ് ചെയ്യേണ്ടത്. അതായത് ഒരു കമ്പനിയിൽ ഒരു വർക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയും ഈ പ്രൊജക്റ്റിൻ്റെ പല ഭാഗങ്ങൾ പലർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും അത് പലരും എന്ത് ചെയ്യാണ്, ഓരോരുത്തരും റിസർച്ച് എടുത്ത് കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അവിടെ നമുക്കിത് പഠിപ്പിച്ചു തരാനോ പറഞ്ഞു തരാനോ ആരുമില്ല സോഫ്റ്റ്വെയർ കമ്പനികളിൽ. ഇതേ മെത്തേഡാണ് ഇവിടെ കുട്ടികൾ 6 മാസം എന്തിന് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീക്കിലെ ടാസ്കും ടൈറ്റ് ഷെഡ്യൂളിൽ ഡേ നൈറ്റ് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയും എന്നാൽ സെൽഫ് റിസർച്ചോട് ഇത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു IT കമ്പനിക്ക് ഇതിലും നല്ല പ്രൊഫൈൽ വേറെ എവിടെയും ചിന്തിക്കാനില്ല. അതായത് അവർക്ക് വേറെ ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കമ്പയർ നോക്കിയാലും ഏത് എഞ്ചിനീയറിംഗ് കോളേജുകളെ കമ്പയർ നോക്കിയാലും ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഫൈലുകൾ അവർക്ക് എന്ത് വന്നാലും കിട്ടൂല. ഇവിടെ നിന്ന് കയറി പോകുന്ന കുട്ടികളുടെ അണ്ടറിലായിരിക്കും അവരെ ആ ഒരു സീസണിൽ വരുന്ന ഈവൻ പുതിയ ഫ്രഷേഴ്സിനെ എടുത്താൽ പോലും ഇവർ അണ്ടറിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ കമ്പനീസ് ആണെങ്കിലും ഇങ്ങനത്തെ പ്രൊഫൈലുകൾ കിട്ടുമ്പോൾ ഇനിയും ഇങ്ങനത്തെ നല്ല പ്രൊഫൈൽ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ടൈപ്പ് സെൽഫ് ലേണിംഗ് എന്നാൽ ഫിസിക്കൽ ഒരു സ്പേസിലോട്ട് വന്നിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ് ഇനി വേൾഡിന് മുന്നോട്ട് വേണ്ടത്. ഇനി നമ്മുടെ നാട്ടിലെ കോളേജുകളായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ മാറിയിട്ട് ഇതുപോലെ സെൽഫ് ലേണിംഗ് പഠിക്കാനുള്ള സെൽഫ് ലേണിംഗ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിന് വേണ്ടിയുള്ള പുഷ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ആ ഒരു ലെവലിലോട്ട് കുട്ടികളെ റെഡിയാക്കി എടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അടുത്തൊരു നെക്സ്റ്റ് ഒരു ജനറേഷന് നല്ല രീതിയിലോട്ടുള്ള സ്കില്ലുകൾ അച്ചീവ് ചെയ്ത് ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് മാത്രമാണ് വഴി. ഈ ഒരു രീതിയിൽ സെൽഫ് ലേണിംഗ് എന്നുള്ള മെത്തേഡ് ഇനി നടക്കുകയുള്ളൂ. എല്ലാ കോളേജിലും എല്ലാ ക്ലാസ്സിലും ടീച്ചറെ വെച്ച് പഠിപ്പിക്കുന്ന മെത്തേഡ് ഇനിയും ഫോളോ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അതും വെറും ബുൾഷിറ്റാന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി ഫ്യൂച്ചർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെങ്കിൽ സെൽഫ് ലേണിംഗ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി.